ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുട്ട വെച്ചിട്ട് 5 മിനിറ്റിൽ ഒരു കിടിലം ഐറ്റം ഉണ്ടാക്കാം. ഇഫ്താറിൻ്റെ സമയത്തും ഗസ്റ്റ് വരുമ്പോഴൊക്കെ ഈസിയായി റെഡിയാക്കാൻ പറ്റും. കിഡ്സിനൊക്കെ എന്തായാലും ഇഷ്ടമാകും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒക്കെ വീഡിയോയിലോട്ടേക്ക് പോകാം. ഇതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ തോടൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടാണ് ഉള്ളത്. ഇതിൽ നിന്ന് നമുക്കൊരു മുട്ട എടുക്കാം. ഇതിനെ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ ഒരു മുട്ടയുടെ മഞ്ഞ വേറൊരു ബൗളിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ മുട്ടയുടെ വെള്ള മഞ്ഞയും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പം മുഴുവൻ മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലോട്ടേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ടേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഒരു ഉള്ളിയുടെ 1/4 ഭാഗം ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി നമുക്കൊരു ചമ്മന്തി പോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അടിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ഒരു ചമ്മന്തി നമുക്കൊരു ബൗളിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ യെല്ലോ പാർട്ട് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം മുഴുവനും ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ നല്ലവണ്ണം തന്നെ ഉടച്ച് കൊടുക്കണം. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്നാക്കാണിത്. ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു ഫില്ലിങ്ങിന്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഉടച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പണിയൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. നമുക്ക് ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മുട്ട എടുക്കാം. അതിലൊട്ടേക്ക് നമുക്കിതിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്തിട്ട് നമുക്ക് ആ ഒരു കുഴിയുള്ള ഒരു ഭാഗത്തോട്ടേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് ആ ഒരു മുട്ടൻ്റെ ഷേപ്പിലാക്കി എടുക്കണം. കണ്ടോ, ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ മുഴുവനും നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പം മുട്ട ആ മഞ്ഞൻ്റെ ആ ഒരു ഗ്യാപ്പിൽ തന്നെ എല്ലാം തന്നെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. ഇതിന് വേണ്ടി ഒരു ബൗൾ എടുക്കാം. അതിലോട്ടേക്ക് ഒരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. എടുക്കുമ്പോൾ രണ്ടും ഈക്വൽ ആയിട്ട് തന്നെ എടുക്കണേ. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്തതിന് ശേഷം ഇതിലോട്ടേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു തിക്ക് ബാറ്ററാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പണിയൊന്നുമില്ല, ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടത്. ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടിയിലൂടെ കുറച്ച് ഓയിൽ വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ നല്ലവണ്ണം തന്നെ ചൂടാകുമ്പോൾ നമ്മുടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ട നമ്മുടെ ഒരു ബാറ്ററിലോട്ടേക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അതിനുശേഷം ചൂടുള്ള എണ്ണയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ ബോണ്ടയൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെയാണ്. മുട്ട നന്നായിട്ട് നമ്മൾ ബാറ്ററിൽ കവർ ചെയ്തെടുക്കണം. ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ 2 ഭാഗം ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കാണ് കേട്ടോ. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയെല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള നമ്മളെ കിഡിലൻ മുട്ട വെച്ചിട്ടുള്ള സ്നാക്ക് ഇവിടെ എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയാണ് കേട്ടോ. ഇതിൻ്റെ ഫില്ലിങ് നമ്മൾ ആ ഒരു ചമ്മന്തി വെച്ചത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഫില്ലിങ് ഭയങ്കര ടേസ്റ്റാണ്. കിഡ്സിനൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഭാഗം ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അത്രയും നല്ല ടേസ്റ്റും രുചിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സും ഫാമിലിക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.